കരിനിയമങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കുന്ന ഇന്ത്യയുടെ സാമൂഹികാവസ്ഥകളെക്കുറിച്ച് നിവർന്നു നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ആയിരത്തി 1967 നിലവിൽ വന്ന അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് അഥവാ UAPA നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം കരിനിയമങ്ങളുടെ പട്ടികയിൽ ഏറെ നാൾ നിലനിന്നിട്ടും പിൻവലിക്കപ്പെടുകയോ കാലഹരണപ്പെടുകയോ ചെയ്യാതെ ഇന്നും പൗരാവകാശങ്ങൾക്ക് അന്തകനായി രാജ്യത്ത് നിലനിൽക്കുകയാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ രാജ്യത്തെ പൗരന്മാർ. പക്ഷേ ഈ അടിസ്ഥാന മൂല്യങ്ങളെ ഭരണഘടന വിഭാവനം ചെയ്ത ഈ രാഷ്ട്രം നിലനിൽക്കുന്നതിന് ആധാരമായ ഈ സങ്കല്പങ്ങളെ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പകയുടെയും സംശയത്തിന്റെയും വിത്ത് പാകാൻ മാത്രം ഉപകരിക്കുന്ന ടാട് പോലെയുള്ള പോട്ട പോലെയുള്ള UAPA പോലെയുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൗരന്മാരെ പരിചരിക്കേണ്ട ഭരണകൂടം തന്നെ അവരെ പരിചരിക്കുന്നതിന് പകരം ജയിലിലടച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഭീകരമായ ഒരു വർത്തമാന കാല സാഹചര്യത്തിലാണ് ഇതുപോലുള്ള ക്യാമ്പയിൻ നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ಕಳೆದ 2 ದಶಕಗಳಲ್ಲಿ ಈ ದೇಶದಾದ್ಯಂತ ಜನರ ವಿರುದ್ಧವಾಗಿ ಬರುವಂತಹ ಚಿಕ್ಕ ಮತ್ತು ದೊಡ್ಡ ಎಲ್ಲ ರೀತಿಯ ಜನ ವಿರೋಧಿ ಕಾನೂನುಗಳ ವಿರುದ್ಧ ಹೋರಾಟ ನಡೆಸಿಕೊಂಡು ಬಂದಂತಹ ಜನಪರ ಸಂಘಟನೆಯಾಗಿದೆ. ಮಾನವ ಹಕ್ಕುಗಳ ವಿರುದ್ಧ, ಜನರ ಸಾರ್ವಜನಿಕ ಬದುಕಿನ ವಿರುದ್ಧ, ಜನರ ಧಾರ್ಮಿಕ ಆಚರಣೆಗಳ ವಿರುದ್ಧ, ಜನರ ಬದುಕಿನ ವಿರುದ್ಧ ಈ ದೇಶದಲ್ಲಿ ನಡೆಯುವಂತಹ ಗೂಢತಂತ್ರಗಳು, ಈ ದೇಶದಲ್ಲಿ ಇರುವಂತಹ ಕರಾಳ ಕಾನೂನುಗಳು, ಈ ದೇಶದಲ್ಲಿ ಕಾಲಕಾಲಕ್ಕೆ ಬರುವಂತಹ ಸರ್ಕಾರಗಳು ಮುಸ್ಲಿಂ ಸಮುದಾಯವನ್ನೇ ಟಾರ್ಗೆಟ್ ಮಾಡಿಕೊಂಡು ನಡೆಸುವಂತಹ ಅನೇಕ ಹಿಡನ್ ಅಜೆಂಡಾಗಳ ವಿರುದ್ಧ ಸದಾ ಹೋರಾಟ ನಡೆಸಿಕೊಂಡು ಬಂದಂತಹ ಸಂಘಟನೆ ಪಾಪ್ಯುಲರ್ ಫ್ರಂಟ್ ಆಫ್ ಇಂಡಿಯಾ. UAPA ಎಂಬ ಪಾರ್ಲಿಮೆಂಟಿನಲ್ಲಿ ಪಾಸು ಮಾಡಿದ ಕರಾಳ ಕಾನೂನಿನ ವಿರುದ್ಧ ಒಂದು ಕ್ಯಾಂಪೇನ್ ಪಾಪ್ಯುಲರ್ ಫ್ರಂಟ್ ಆಫ್ ಇಂಡಿಯಾ ನಡೆಸುವುದು ಇದು ಹೊಸತಲ್ಲ. UAPA ಕಾನೂನಿನ ಕರಾಳ ಛಾಯೆ ಯಾವ ರೀತಿಯಲ್ಲಿ ಮುಸ್ಲಿಂ ಸಮುದಾಯದ ಮೇಲೆ, ದಲಿತರ ಮೇಲೆ, ಆದಿವಾಸಿಗಳ ಮೇಲೆ ಬೀಳುತ್ತದೆ ಎಂಬ ಒಂದು ಸತ್ಯಾಂಶ, ಒಂದು ವಾಸ್ತವ ಸಂಗತಿ ಅವರಿಗೆ അറിയില്ല. 5 വർഷക്കാലത്തിനകം സംഘപരിവാറിന്റെ 4ൽ പരം സഹോദരന്മാരെ അവരുണ്ടാക്കിയ ബോംബ് പൊട്ടി വലിച്ചു. അവിടെ ഒന്നും ഭീകരവാദം വന്നില്ല. അവരും ഈ ഭീകര നിയമത്തിന്റെ ഫലം അനുഭവിച്ചവരാണ്. ഞാൻ അവരെ ആരെയും കുറ്റം പറയുകയല്ല. അധികാരം ആരൊക്കെ എപ്പോഴൊക്കെ കൈവശം വെച്ച് അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു രീതി കാസർഗോഡുകാരോട് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി മത്സരിക്കും. സംഘപരിവാറിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വോട്ട് കച്ചവടം നടത്തും. സംഘപരിവാർ അധികാരത്തിൽ വരാൻ അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ വിഷയം സംസാരിക്കുന്ന സംഘപരിവാറിന് വേണ്ടിയോ പോപ്പുലർ ഫ്രണ്ടിനോ വേണ്ടിയോ അല്ല,
കേരളത്തിലെ ഇന്ത്യയിലെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ അവനെ അഭിഷേകം ചെയ്തിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എളിയവനായ ഒരു ബിഷപ്പാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ഭയവും ഇല്ലാതെ ഈ വേദിയിൽ നിന്ന് അറസ്റ്റിലാകേണ്ടി വന്നാൽ പോലും സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടാണ് ഈ ബിഷപ്പ് ഇവിടെ വന്നത്. രാജ്യദ്രോഹം പ്രസംഗിക്കാനല്ല, രാജ്യദ്രോഹം എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയമാണെന്ന് പറയാനാണ്. ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങൾ മശീഹതമ്പുരാനെ വിളിക്കുന്നു, അല്ലാഹുവിനെ വിളിക്കുന്നു, സത്യമാണ്. പക്ഷേ ഞങ്ങൾ ഒരു അമ്പലവും വിളിക്കാൻ പറയുന്നില്ല, ഒരു അമ്പലത്തിലേക്ക് ആരും പോകരുതെന്ന് പറയുന്നില്ല. UAPA എന്ന കരിനിയമം പിൻവലിക്കാൻ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് പോസ്റ്റ് കാർഡുകൾ അയക്കുന്നുണ്ട്. ഈ വാഹനത്തിൽ നിന്ന് ലഭിക്കുന്ന പോസ്റ്റ് കാർഡിൽ താങ്കളും താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തി സഹകരിക്കാം. അദ്ദേഹത്തിന് കുറച്ചു കാലത്തേക്ക് അങ്ങനെ വരാൻ സാധ്യതയില്ല. അതിന്റെ ഈ കേരളത്തിന്റെ പ്രത്യേക സാമുദായിക രാഷ്ട്രീയ കാരണങ്ങളാണ് സംഭവിക്കുന്നത്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഏറെക്കുറെ മുഴുവനായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ അബ്ദുൽ നാസർ മദനിയുടെ അറസ്റ്റിനോടനുബന്ധിച്ചിട്ടുണ്ടായ ആ സാഹചര്യത്തിനെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ ആ ഭയപ്പെടുത്തലാണ് ശത്രുവിന്റെ വെടിവെച്ച് കൊല്ലല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ കഴിവപാരമാണ്, അള്ളാഹുവിന്റെ സ്തുതി അത്യധികമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം ഈ മഹാരാജ്യത്ത് കടന്നു വന്നതിനോടുകൂടി എല്ലാവരുടെയും ഭയം മാറിയിരിക്കുന്നു. അതാണല്ലോ വൈകിയ വേളയിലാണെങ്കിലും നമ്മുടെ ചില പ്രതിനിധികൾ ഇത്തരം കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവരെ പറ്റി വൈകിയ വേളയിലാണെങ്കിലും സംസാരിക്കാൻ മുന്നോട്ട് വന്നത്. ഇത് പറയിപ്പിച്ച യാതൊരു സംശയമില്ല, പേടിയെ. അല്ലെങ്കിൽ ഇത് എന്റെ ഇത്രയും കാലം പറഞ്ഞില്ല. മുമ്പ് പാർലമെന്റ് സമ്മേളനം നടന്നില്ലേ? അന്നൊക്കെ ഒരു പാർലമെന്റിൽ അംഗമായിരുന്നില്ലേ? പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടില്ല. എന്തുകൊണ്ട് അവർ മിണ്ടിയില്ല? തീർച്ചയായും ഈ UAPA എന്ന് പറയുന്ന ഈ കരി നിയമത്തിനെതിരായി കൊണ്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ മഹത്തായ പ്രക്ഷോഭത്തിന് ബഹുജൻ സമാജ് പാർട്ടിയുടെ ഐക്യദാർഢ്യം അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളൊക്കെ വായിച്ചതാണ്, കണ്ടതാണ്. പക്ഷേ അതെല്ലാം നിർത്തിക്കൊണ്ട് ന്യായത്തിന് വേണ്ടി ജനസാഗരങ്ങൾ ഒന്നിച്ചിട്ടോ ഇതിന്റെ പിന്നാലെ കൈകോർത്തുകൊണ്ടോ ഇത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട് ഈ ഇത്രയും മഹാന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിച്ചല്ലോ. ഈ മാർച്ചിങ്ങിൽ ഒരു സിംഹത്തിന്റെ ഗർജനം, ആ കണ്ണിന്റെ പോക്ക്, ആ കാല്, കൈ, ഇതെല്ലാം ആ വിരുമാറി കാണിച്ചിട്ടില്ല. ആ നെഞ്ചുയർത്തിയിട്ട് തലയുയർത്തിയിട്ടുള്ള മാർച്ചിങ്, അത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. ആ സമയത്ത് മഴ പെയ്തിരുന്നു. മഴ പെയ്യുന്ന സമയത്ത് പോലും അവർ മഴയെ ദൃഢവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നു. Popular Friend Zindabad. Popular Friend Zindabad. Popular Friend Zindabad. Popular Friend Zindabad. Jana Vijarna Jada Zindabad. Jana Vijarna Jada Zindabad. Popular Friend Zindabad. Popular Friend Zindabad. Popular Friend Zindabad. Popular Friend. രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ദലിത് ജനവിഭാഗത്തിന്റെ പുത്തൻ അധ്യായങ്ങൾ നാടിന് കാഴ്ചവെച്ച പോപ്പുലർ ഫ്രണ്ടിന്റെ ചുണക്കുട്ടികളിതാ. UAPA കരിനിയമത്തിനെതിരെ കാസർഗോഡ് നിന്ന്
ശാക്തീകരണത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സാമൂഹിക പ്രസ്ഥാനത്തെ അപക്വമായ പദാവലികളിലൂടെ ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും കഥകളിലൂടെ പദകൾ മെനഞ്ഞെടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മധ്യത്തിൽ സമൂഹ മനസാക്ഷികൾ തെറ്റായ മെസ്സേജ് കൊടുക്കുവാൻ, തെറ്റായ മെസ്സേജ് പകർത്തുവാൻ ബോധപൂർവ്വ ശ്രമങ്ങൾ നടത്തുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലുള്ള നവസാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങളുടെ കോടതികള്, ജനങ്ങളുടെ ജനസമക്ഷത്തിങ്കല് വരാതിരിക്കാൻ നിർവാഹമില്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പറയുന്നത് a new India of equal justice to all Indian. പുതിയൊരു ഇന്ത്യയുടെ സൃഷ്ടിപ്പിന് വേണ്ടി, പുതിയൊരു ഇന്ത്യയുടെ പ്രയാണത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരോധരമായി പടപൊരുതിയ ഈ രാജ്യത്തിലെ നമ്മുടെ ഈ സമരം ഇന്ത്യയിലെ മുഴുവൻ മർദ്ദിത പിന്നാക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയും ഉള്ളതാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും മതപരമായ ഒരു കർത്തവ്യമായി, ചുമതലയായി നാം ഏറ്റെടുക്കണം. ഭരണകൂടം കരിനിയമങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ, പൗരന്മാരെ അടിച്ചമർത്തുമ്പോൾ അതിനെതിരെ ശബ്ദിക്കേണ്ടത്, നീതിയുടെ പക്ഷം പിടിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന തുല്യനീതിയും അതിലുപരി പൗരന്മാരുടെ അവകാശവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ ഈ സമര പോരാട്ടം കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിന് നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണം. ഇന്ന് വൈകുന്നേരം തൃക്കരിപ്പൂരിൽ കാസർഗോഡ് ജില്ലയുടെ സമാപനം കഴിഞ്ഞാൽ ഈ കാസർഗോഡ് നിവാസികളായ നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയാൽ ഈ ജാഥയിൽ നിങ്ങൾ എത്തിയ ഈ സന്ദേശം നിങ്ങളുടെ ഒരു ബാധ്യതയായി പരമാവധി ജനവിഭാഗങ്ങളെ ആ മഹാറാലിയിലും
സമ്മേളനത്തെ മണിനിരത്താൻ നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങളുടെ ഒരു ബാധ്യതയായി നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം ഇന്ത്യ രാജ്യത്ത് ധാരാളം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ കാടയും കോട്ടയും ഇപ്പോഴുള്ള UAPA പ്രകാരം ജയിലുകളിൽ കിടപ്പുണ്ട്. ഈ ആളുകൾക്ക് ഒരു ഒച്ച വയ്ക്കാനോ ശബ്ദമുണ്ടാക്കാനോ അവർക്കൊന്ന് നീതി ചോദിക്കാനോ ഉള്ള അവസരം പോലുമില്ല. പക്ഷേ അവർക്ക് വേണ്ടി ചോദിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ പടച്ച തമ്പുരാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേരിൽ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത് നമ്മുടെ ഒരു ബാധ്യതയായി ഏറ്റെടുത്ത് ഭരണകൂട നെറുകേടുകൾക്കെതിരെ ഭരണകൂടങ്ങൾ ജയിലടച്ച UAPA തടവുകാരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കരിനിയമങ്ങൾ പിൻവലിക്കുന്നതുവരെ ഈ സമര വേദിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിന്മാറുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം നേടിയെടുക്കണം. നിങ്ങൾ എപ്പോഴും എല്ലാ സമയത്തും ഒപ്പമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ സഹകരണത്തിന്, ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിൽ ആദ്യമായി കേരള പോലീസ് എന്ന് ബോംബ് കൊണ്ട് ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതിയ കണ്ണൂർ ജില്ല. അര ലോഡ് ഒരു അര ലോഡോളം വരുന്ന വാളുകളും മഴുകളും RSSന്റെ കേന്ദ്രത്തിൽ പിടികൂടിയ കണ്ണൂർ ജില്ല. ബോംബ് നിർമ്മിച്ചു കൊണ്ടുപോകുമ്പോൾ RSSകാരൻ ബൈക്കിൽ വെച്ച് പൊട്ടിത്തെറിച്ച് മൃതിയറിഞ്ഞ മരണപ്പെട്ട RSSകാരൻ മരണപ്പെട്ട കണ്ണൂർ ജില്ല. കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി ടിഫിൻ പാത്രത്തിൽ കൊണ്ടുപോകുമ്പോൾ ടിഫിൻ പാത്രത്തിൽ സ്കൂളുകളിലേക്ക് ബോംബ് കൊണ്ടുപോയ CPMന്റെ കിങ്കരന്മാർ നിലനിൽക്കുന്ന കണ്ണൂർ ജില്ല. കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അധ്യാപകനെ നിഷ്കരണം കൊലപ്പെടുത്തി കൊല നടന്ന കണ്ണൂർ ജില്ല. ഭാര്യമാരുടെയും അമ്മമാരുടെയും സഹോദരിമാരുടെയും മുമ്പിൽ അറുകൊല നടത്തിയ കണ്ണൂർ ജില്ല. അവസാനം 51 വെട്ടുവെട്ടി കേരളത്തിൽ ആദ്യമായി ഏറ്റവും വലിയ ഭീകര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത CPM വാണകൊള്ളുന്ന കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയിൽ 21 ചെറുപ്പക്കാർ ഫിസിക്കൽ എക്സസൈസ് നടത്തുമ്പോൾ, അവർ കൂട്ടവ്യായാമം നടത്തുമ്പോൾ അവിടെ നിന്ന് ഒരു ബോംബും ഒരു വാളും പിടികൂടി എന്ന് പറഞ്ഞ് ആ മുസ്ലിം ചെറുപ്പക്കാരെ കൽത്തുറിലടക്കാൻ UAPA നിയമമിട്ടിരിക്കുന്നു. പുത്തൻ യുവ സമൂഹത്തെ രാജ്യത്തിന്റെ ശാക്തീകരണ പാതയിലേക്ക് വഴി നടത്തുന്ന പോപ്പുലറിനെ ആരംഭിച്ച് മെയ് 30-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ജനവിചാരണ യാത്രയിൽ പങ്കാളികളാകുക. പേര് തെളിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കരിനിയമങ്ങളുടെ ചുഴിയിൽപ്പെടുത്തുവാനുള്ള ഭരണകൂടങ്ങളുടെ അധികാരികൾ
വിഭാഗത്തിന് നീതിയുടെ കൈത്താങ്ങും സ്ഥൈര്യത്തിന്റെ പടച്ചട്ടകളും സമ്മാനിച്ചുകൊണ്ട് ജനകീയ പ്രതിരോധത്തിന്റെ പുത്തൻ അധ്യായങ്ങൾ നാടിന് കാഴ്ച കരിനിയമങ്ങളുടെ കാര്യം